ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു വർത്തമാനം. ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രവാർത്തകൾ. ചാനലായ ചാനലുകളും പത്രങ്ങളായ പത്രങ്ങളുമെല്ലാം ഈ കഴിഞ്ഞ ഒരാഴ്ചയായി സ്ഥിരമായി കാണിക്കുന്ന ചിത്രം ATMകളിലും ബാങ്കുകളിലും കാണുന്ന നിരന്തരമായ ക്യൂ ആണ്. ക്യൂ നിൽക്കുകയാണ് ആളുകൾ എപ്പോഴെങ്കിലും ലഭിക്കാനിടയുള്ള 2000 രൂപ മാറിയെടുക്കാൻ. എന്നാൽ കഴിഞ്ഞ ചൊവ്വാഴ്ചയ്ക്ക് ശേഷം ഇന്നലെ 5-ാം ദിവസം എത്തുമ്പോഴും ആളുകൾക്ക് പണം അവരാഗ്രഹിക്കുന്ന രീതിയിൽ ലഭിക്കുന്നില്ല. ATMകളിൽ പണമില്ല. ഇനി വരുന്ന പണമാകട്ടെ 100 രൂപയുടെ നോട്ട്, ആ പണമാകട്ടെ മിനിറ്റിനുള്ളിൽ തീരുകയും ചെയ്യും. അതുകൊണ്ട് വലിയൊരു വിഭാഗം ആളുകളെ നിരാശരാക്കിക്കൊണ്ടാണ് ATM പ്രവർത്തിക്കുന്നത്. ഒട്ടുമിക്ക ATMകളും പ്രവർത്തിക്കുന്നുമില്ല. ബാങ്കിൽ നിക്ഷേപിച്ച സ്വന്തം പണം കിട്ടുന്നതിന് വേണ്ടിയാണ് ആളുകൾ ഈ നെട്ടോട്ടമോടുന്നത് എന്ന് നാം ആലോചിക്കണം. ബാങ്കിങ്ങിൻ്റെ സവിശേഷത അതൊരു ഉറപ്പ് തരുന്നുണ്ട്. നാം നിക്ഷേപിച്ച പണം നമ്മുടെ ആവശ്യത്തിന് നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ ബാങ്കിങ്ങിൻ്റെ പ്രവർത്തന സമയത്തിനകത്ത് നമുക്കത് തിരിച്ചെടുക്കാനാകും. എന്നാൽ ഇപ്പോൾ ബാങ്കിങ് മേഖലയിൽ കാണുന്ന ഒരു സവിശേഷത, പണം ഇടാൻ കഴിയും, എടുക്കാനാകില്ല. അതാണ് യഥാർത്ഥത്തിൽ പ്രശ്നമുണ്ടാക്കിയിരിക്കുന്നത്. ഇടാം, എത്ര പണം വേണമെങ്കിലും ഇടാം, പക്ഷേ എടുക്കുന്നതിന് കണക്കുണ്ട്, അതിനപ്പുറത്തേക്ക് എടുക്കാനാകില്ല. ആ അവസ്ഥ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് 500 രൂപയും 1000 രൂപയുടെയും കറൻസികൾ, നോട്ടുകൾ, അത് പിൻവലിച്ചതിന് ശേഷമുള്ള പൊതു പശ്ചാത്തലമാണ്. ആ വാർത്ത ഇന്നും നമ്മെ തേടിയെത്തുന്നു. 6-ാമത്തെ ദിവസമായി. കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രി 8 മണിക്കാണ് രാജ്യത്തോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു പ്രസ്താവന നടത്തിയത്. 500 രൂപയുടെയും 1000 രൂപയുടെയും നോട്ടുകൾക്ക് ഇനി വെറും കടലാസ് വില മാത്രമേ കാണുകയുള്ളൂ. അതുകൊണ്ട് വൻതോതിലുള്ള കള്ളപ്പണം മാറ്റുന്നതിന് വേണ്ടി, സമ്പദ്ഘടനയെ സ്വാധീനിക്കുന്ന വലിയ നിലവാരത്തിലുള്ള കള്ളപ്പണം ഒഴിവാക്കുന്നതിന് വേണ്ടി ഈ വലിയ നോട്ടുകൾ പിൻവലിക്കുന്നു. അതിൻ്റെ ഭാഗമായി വരുന്ന ബുദ്ധിമുട്ടുകൾ ആളുകൾ സഹിക്കണം. ഇതായിരുന്നു മോദി പറഞ്ഞത്. അതിനൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞു, ഓരോ ATMകളിലും ബാങ്കുകളിൽ നിന്നും പിൻവലിക്കാവുന്ന പണമുണ്ട്. ചെറിയ തോതിലാണെങ്കിലും പിൻവലിക്കാവുന്ന ആ പണത്തിൻ്റെ കണക്കും അദ്ദേഹം പറയുകയുണ്ടായി. തുടർന്ന് അദ്ദേഹം ജപ്പാനിലേക്ക് പോയി. ജപ്പാനിൽ പോയി അദ്ദേഹം സംസാരിച്ചത്, ഇന്ത്യക്കാർ വൻതോതിലുള്ള സഹനം പരിശീലിക്കുകയാണ്. വലിയ മാറ്റത്തിന് വേണ്ടിയുള്ള അത്യാഗ്രഹം മൂലം, ഉത്കടമായ ആഗ്രഹം മൂലം അവർ സഹനം പഠിക്കുന്നു. ആ സഹനത്തിലൂടെ പുതിയ ഒരു ഇന്ത്യ വികസിച്ചു വരുമെന്നൊക്കെ വൻപൻ വാചകങ്ങൾ അദ്ദേഹം ജപ്പാനിലെ ഇന്ത്യൻ വംശജരോട് സംസാരിച്ചു. ഒരു ഘട്ടത്തിൽ അദ്ദേഹം ജപ്പാനിൽ നിന്നുകൊണ്ട് ചിരിച്ച് മറിഞ്ഞ് അവിടുത്തെ ഇന്ത്യൻ വംശജരോട് പറയുകയുണ്ടായി, കല്യാണം നടത്താൻ പോവുകയാണ് ഇന്ത്യക്കാർ, എന്നാൽ ബാങ്കിൽ പണമില്ല, കല്യാണം നടക്കുകയും വേണം. അത് ആലോചിക്കുമ്പോൾ തന്നെ മോദിക്ക് ചിരിയാണ്. താൻ ചെറുപ്പകാലത്ത് നടത്തിയ ഒരു കല്യാണമുണ്ടല്ലോ, ആ ഒറ്റ കല്യാണം കൊണ്ട് തന്നെ ലോകത്ത് ഏറ്റവും വലിയ കല്യാണ വിരോധിയായി മോദി, നമ്മുടെ പ്രധാനമന്ത്രി, മാറിയോ എന്നറിയില്ല. ഏതായാലും വിവാഹം നടത്താൻ പരക്കം പായുകയാണ് ഇന്ത്യക്കാർ, പക്ഷേ പണം ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം വലിയ ഒരു തമാശ പറഞ്ഞത് മാതിരി വലിയ ചിരിക്കുകയും ചെയ്തു. ഏതായാലും ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നപ്പോൾ ആ ചിരി നിലനിർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ശനിയാഴ്ച അദ്ദേഹം തിരിച്ചു വന്നതിന് ശേഷം ധനമന്ത്രിയുമായി ആലോചിച്ച് യോഗം കൂടി. അതിനുശേഷം ഞായറാഴ്ച പുതിയ ചില പ്രഖ്യാപനങ്ങൾ ഉണ്ടായി. പിൻവലിക്കാവുന്ന പണം ചെറിയ തോതിലൊന്ന് വർദ്ധിപ്പിച്ചു. ആഴ്ചയിൽ 24,000 രൂപ പിൻവലിക്കാവുന്ന അവസ്ഥയിൽ ഇപ്പോൾ എത്തിയിരിക്കുന്നു. ആ വാർത്ത ദീപിക എന്ന പത്രം ആദ്യ പേജിലെ 1-ാമത്തെ വാർത്തയാക്കിയിരിക്കുന്നു. പണം പിൻവലിക്കുന്നതിൽ ധനമന്ത്രാലയം ഇളവുകൾ പ്രഖ്യാപിച്ചു. ബാങ്കിൽ നിന്ന് ഒരാഴ്ച പരമാവധി 24,000 രൂപ പിൻവലിക്കാം. ഒരു ദിവസം 10,000 രൂപ എന്ന പരിധി എടുത്തു കളഞ്ഞു.
ATM വഴി ഒരു ദിവസം പിൻവലിക്കാവുന്നത് 2000 നിന്ന് 2500 രൂപയാക്കി. 4500 രൂപയുടെ പഴയ നോട്ടുകൾ ഒരു തവണ മാറ്റിയെടുക്കാം. ഇത് മുമ്പ് 4000 രൂപയായിരുന്നു. ഭിന്നശേഷിക്കാർക്കും മുതിർന്ന പൗരന്മാർക്കും ബാങ്കിൽ പ്രത്യേക ക്യൂ സൗകര്യവും ഏർപ്പെടുത്തും എന്ന് പറയുന്നത് വഴി നേരിയ വ്യത്യാസം തുകകളിൽ വന്നു. മുമ്പ് 20,000 രൂപ ഒരാഴ്ച പിൻവലിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ അങ്ങനെ പിൻവലിക്കാൻ കഴിയുന്ന തുക അത് 24,000 വർദ്ധിപ്പിച്ചു. അതുപോലെ തന്നെ 4,000 രൂപയുടെ നോട്ടുകൾക്ക് പകരം 4,500 രൂപയുടെ നോട്ടുകൾ മാറ്റിയെടുക്കാനാകും എന്ന നിലയ്ക്ക് ഏറ്റവും ചെറിയ രീതിയിലുള്ളൊരു മാറ്റം കാര്യങ്ങൾക്ക് വരുത്തുകയും ചെയ്തു. അങ്ങനെ ചെറിയ രീതിയിലുള്ള മാറ്റം വരുത്തിക്കൊണ്ട് ഈ പ്രശ്നങ്ങളെ അതിജീവിക്കാൻ കഴിയുമോ എന്നാണ് മോദി നോക്കുന്നത്. ഇവിടെ നാം ഒരു കാര്യം പറയേണ്ടത്, ശനിയാഴ്ച മോദി ഇന്ത്യയിലെത്തി. അന്ന് അദ്ദേഹം സംസാരിച്ചപ്പോൾ വിജയശ്രീലാളിതമായി തന്നെയാണ് സംസാരിച്ചത്. പക്ഷേ ഇന്നലെ ഗോവയിൽ അദ്ദേഹം സംസാരിച്ചപ്പോൾ നിരുദ്ധകണ്ഠനായി നനയുന്ന നയനങ്ങളോടെയാണ് അദ്ദേഹം രാജ്യത്തോട് സംസാരിച്ചത്. ഒരു എയറോഡ്രോം വിമാനത്താവളം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം സംസാരിച്ച കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു, പിഴവുണ്ടെങ്കിൽ, ഇപ്പോൾ നടത്തിയ സംരംഭങ്ങളിൽ പിഴവുണ്ടെങ്കിൽ 1,000-500 നോട്ടുകൾ പിൻവലിച്ച് ഇപ്പോൾ നടത്തുന്ന ഈ പരിഷ്കാരമുണ്ടല്ലോ, തുഗ്ലക്കിൻ്റെ പരിഷ്കാരം, വിഡ്ഢിയായ ഭരണാധികാരി എന്ന പേരിലേക്കാണ് എത്തിയിരിക്കുന്നത് 2.5 വർഷം ഭരിച്ചു കഴിഞ്ഞപ്പോൾ നരേന്ദ്രമോദി. ഏതായാലും അദ്ദേഹം പറയുന്നു, പിഴവുണ്ടെങ്കിൽ എന്നെ തൂക്കിലേറ്റു എന്ന് മോദി. ജനങ്ങൾക്ക് അങ്ങനൊരു ഓപ്ഷനില്ല. ഒരു പ്രധാനമന്ത്രി മോശമായി നാട്ടുകാരോട് പെരുമാറിയാൽ അദ്ദേഹത്തിൻ്റെ പരിഷ്കാരങ്ങൾ മാരകമായ ആഘാത ഫലമാണ് സാധാരണക്കാരിൽ ഉളവാക്കുന്നത് എങ്കിൽ മുമ്പ് ഇന്ദിരാഗാന്ധി തോറ്റതുമാതിരി നരേന്ദ്രമോദിക്കും തോക്കാം. അങ്ങനെ തോൽക്കുന്നതിന് തെരഞ്ഞെടുപ്പ് വരണം. 5 വർഷം കാത്തിരിക്കേണ്ടതുണ്ട് ഈ കാര്യത്തിൽ ജനങ്ങൾക്ക്. അതിനിടയിൽ ഒരു പ്രധാനമന്ത്രി പറയുകയാണ്, പിഴവുണ്ടെങ്കിൽ എന്നെ തൂക്കിലേറ്റു. ജനങ്ങൾക്ക് അതിനുള്ള ഒരവകാശവും ഇന്ത്യയിലില്ല. 5 വർഷം കഴിയുമ്പോൾ വിസ്മൃതിയുടെ തൂക്കിലേറ്റി അദ്ദേഹത്തെ വിലയം പ്രാപിപ്പിക്കാൻ ഒരുപക്ഷെ ജനതയ്ക്ക് കഴിഞ്ഞേക്കും. എങ്കിലും നരേന്ദ്രമോദി നനഞ്ഞ കണ്ണുകളോടെ നിരുദ്ധകണ്ഠനായി പറഞ്ഞത് പിഴവുണ്ടെങ്കിൽ എന്നെ തൂക്കിലേറ്റു എന്ന് പറയുമ്പോൾ ആദ്യഘട്ടത്തിൽ അദ്ദേഹം നിലനിർത്തിയിരുന്ന ആവേശകരമായ ആത്മവിശ്വാസമുണ്ടല്ലോ, അത് നഷ്ടപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു നമ്മുടെ പ്രധാനമന്ത്രിക്ക്. എല്ലാം പ്രധാനമന്ത്രിയുടെ മാത്രം പിടലിയിലേക്ക് വന്നിരിക്കുന്നു. ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുന്നു. 50 ദിവസം കൂടി തരണം എന്ന് പ്രധാനമന്ത്രി. വലിയ നോട്ടുകൾ പൊടുന്നനെ അസാധുവാക്കിയ കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ പ്രതിപക്ഷ കക്ഷികൾ ഉയർത്തിയ വിമർശനങ്ങൾക്ക് ശക്തമായ മറുപടിയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുന്നു. എന്നാൽ പ്രവൃത്തികളിലോ ഉദ്ദേശങ്ങളിലോ തെറ്റ് കണ്ടെത്തിയാൽ തന്നെ പരസ്യമായി തൂക്കിലേറ്റാമെന്ന് വികാരാധീനമായി മോദി പറഞ്ഞു. തന്നെ ജീവനോടെ കത്തിച്ചാലും അഴിമതി നടപടികൾ തുടരുമെന്നും ബിനാമി സമ്പാദ്യങ്ങൾക്കെതിരെ തുടർ നടപടികൾ ഉണ്ടാകും എന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പിഴവുണ്ടെങ്കിൽ തൂക്കിക്കൊല്ലൂ, ജീവനോടെ കത്തിക്കൂ. ഇത്തരം വാക്കുകളാണ് ഇന്നലെ പ്രധാനമന്ത്രി രാജ്യത്തോട് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ വലിയ കൊട്ടിഘോഷത്തോടെ നോട്ടുകൾ പിൻവലിച്ചല്ലോ, ഇനി നോട്ടുകൾ വെറും കടലാസ് കഷ്ണങ്ങളായിരിക്കും, ഒരു വിലയും 1000-500 ഉണ്ടാകാൻ പോകുന്നില്ല എന്ന ആത്മവിശ്വാസത്തോടെ പറഞ്ഞ മോദി എവിടെ? ഇന്നലെ ഗോവയിൽ വെച്ച് നിരുദ്ധകണ്ഠതയോടെ നനഞ്ഞ കണ്ണുകളോടെ സംസാരിച്ച പിഴവുണ്ടെങ്കിൽ എന്നെ തൂക്കിലേറ്റു, എന്നെ കത്തിച്ച് കളഞ്ഞുകൊള്ളൂ എന്നൊക്കെ പറയുന്ന നരേന്ദ്രമോദി എവിടെ? നരേന്ദ്രമോദിക്ക് അദ്ദേഹത്തിൻ്റെ സഹജമായ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു ഇപ്പോൾ എന്ന് വേണം ഈ വാചകങ്ങളിൽ നിന്ന് അനുമാനിക്കാൻ. മോദി ആവശ്യപ്പെടുന്നു ജനങ്ങളോട് 50 ദിവസം സമയം തരണം. അതായത് ഡിസംബർ 31 വരെ സമയം തരണം. ആ 50 ദിവസം കൊണ്ട് കാര്യങ്ങളൊക്കെ പരിഹരിക്കും. ഈ കള്ളപ്പണം പുറത്തേക്ക് വരും, അങ്ങനെ കള്ളപ്പണം പിടിക്കും. അങ്ങനെ വരുമ്പോൾ ആളുകളുടെ കയ്യിലുള്ള രൂപയുടെ മൂല്യം കൂടും, പർച്ചേസിങ് കപ്പാസിറ്റിയും കൂടും. ഇതാണ് അദ്ദേഹത്തിൻ്റെ ധനതത്വശാസ്ത്രം. ഏതായാലും നടന്നാൽ കൊള്ളാം. 50 ദിവസം കൂടിയാണ് ചോദിക്കുന്നത്. 6-ാം ദിവസമാണിന്ന്.
ക്യൂവിൽ തന്നെയാണ് ഇന്ത്യ 6-ാം ദിവസവും നിൽക്കുന്നത്. ക്യൂവിൽ നിൽക്കുക മാത്രമല്ല, ക്യൂവിൽ തളർന്നു വീണ് മരിക്കുന്നു ആളുകൾ. ആശുപത്രികളിൽ മോദി പറഞ്ഞതുമാതിരി 500 രൂപയുടെയും 1000 രൂപയുടെയും നോട്ടുകൾ ആരും സ്വീകരിക്കുന്നില്ല. കുഞ്ഞുങ്ങൾ ആശുപത്രിയിൽ മരിക്കുന്നു. പൊറുതിമുട്ടിയ ജനം ഭോപ്പാലിലെ മാതിരി റേഷൻ കടകൾ കയ്യേറുന്നു. അങ്ങനെ നിത്യവൃത്തിയുടെ ആഘാതത്തിൻ്റെ മുന്നിൽ ആളുകൾ ഭ്രാന്തമായ പ്രവർത്തനങ്ങളിലേക്ക് നീങ്ങുമ്പോൾ മോദി പറയുന്നത് ഒരു 50 ദിവസം കൂടി ക്യൂവിൽ നിൽക്കണം ഇന്ത്യ എന്നാണ്. എത്ര കഴിയും എത്ര കഴിയില്ല എന്നത് വേറെ കാര്യം. ഏതായാലും അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലുള്ള ആളുകൾക്ക് തന്നെ ഈ ക്യൂ നിൽപ്പും അതിൻ്റെ ഭാഗമായി ഉണ്ടാവുന്ന സന്ത്രാസങ്ങളും അത് സഹിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. നോട്ട് അസാധുവാക്കൽ മൂലം ജനങ്ങൾക്കുണ്ടായ പ്രയാസങ്ങൾ പരിഹരിക്കാനും സമ്പദ് വ്യവസ്ഥയെ ശുദ്ധീകരിക്കാനും 50 ദിവസം തരണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവശ്യപ്പെട്ടു. ഗോവയിലും കർണാടകത്തിലെ ബെലഗാവിയിലും നടത്തിയ പ്രസംഗങ്ങളിലാണ് നോട്ട് നിരോധനവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ നേരിടുന്ന ദുരിതങ്ങളെ സൂചിപ്പിച്ച് അദ്ദേഹം സംസാരിച്ചത്. കള്ളപ്പണത്തിനെതിരായ നീക്കങ്ങൾ ഇതോടെ അവസാനിപ്പിക്കില്ല. രാജ്യത്തെ അഴിമതി മുക്തമാക്കാൻ ഇനിയും പദ്ധതികൾ ഉണ്ടാകും. 2014 തെരഞ്ഞെടുപ്പിൽ ജയിച്ചു കയറി പ്രധാനമന്ത്രിയായാലാണ് നരേന്ദ്രമോദി. 2 മത്സരിച്ചു, 2 ജയിച്ചു. ആ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം അഴിമതിക്കെതിരായ സമരമായിരുന്നു. അഴിമതിക്കെതിരായ സമരത്തിൽ വിജയിച്ചതുകൊണ്ട് അഴിമതി ഉന്മൂലനം ചെയ്യുക എന്നത് തൻ്റെ ധർമ്മമായി മോദി കാണുന്നു. 2.5 വർഷങ്ങൾക്ക് ശേഷമാണ് ആ ധർമ്മം അദ്ദേഹം തിരിച്ചറിഞ്ഞത്. ഏതായാലും അങ്ങനെ അറിഞ്ഞതിന് ശേഷം ഇപ്പോൾ നടത്തിയിരിക്കുന്ന നടപടിയിൽ നിന്ന് പിറകോട്ടേക്കേ ഇല്ല എന്നാണ് മോദി പറയുന്നത്. 50 ദിവസം കൊണ്ട് ഈ കാര്യങ്ങളൊക്കെ പരിഹരിക്കാം എന്ന് മോദി വെറുതെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ഏതായാലും ഇന്നും നാളെയുമൊക്കെയുള്ള കാര്യങ്ങൾ നമുക്കറിയാവുന്നതുപോലെ നാളെ ചൊവ്വാഴ്ച വ്യാപാരി വ്യവസായി ബന്ദ്, അവർ കടകൾ അടച്ചിടാൻ പോകുന്നു. അനിശ്ചിതകാലത്തേക്ക് കടകൾ അടയ്ക്കും കേരളത്തിലെന്നും ഒരു വിഭാഗം ആളുകൾ ഒരു ദിവസത്തേക്ക് മാത്രം അടയ്ക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും 500ഉം 1000ഉം നോട്ട് കിട്ടുമ്പോൾ കച്ചവടം നടത്തുക എളുപ്പമല്ല. അത്തരം സാഹചര്യത്തിൽ കടകൾ തുറന്നിരുന്നാലും അടച്ചിരുന്നാലും വ്യാപാരം നടക്കില്ല, സാമ്പത്തിക പ്രവർത്തനങ്ങൾ നടക്കില്ല. അതിൻ്റെ ഭാഗമായി പ്രതിഷേധമെന്ന നിലയ്ക്കാണ് അടച്ചിടുന്നത് എന്ന് ഒരു വിഭാഗം പറയുമ്പോൾ, മൊത്തം രാജ്യം അതിശക്തമായ സന്നിഗ്ധതയിൽപ്പെട്ടിരിക്കുമ്പോൾ കടകൾ കൂടി അടച്ച് കമ്പോളങ്ങൾ കൂടി അടച്ച് ഞങ്ങൾ കൂടി ഈ അവസ്ഥയെ, ഈ ആഘാതത്തിന് ശക്തി കൂട്ടുന്നില്ല എന്ന് മറ്റൊരു വിഭാഗം പറയുന്നു. 16-ാം തീയതി പാർലമെൻറ്റ് ആരംഭിക്കുകയാണ്. ഈ അവസ്ഥകളെല്ലാം വലിയ വലിയ രാഷ്ട്രീയ പ്രക്ഷുബ്ധതയിലേക്ക് ഇന്ത്യ എന്ന രാജ്യത്തെ എടുത്തെറിയാൻ പോകുന്ന ഒരവസ്ഥ സംജാതമായിട്ടുമുണ്ട്. അപ്പോൾ മോദി പറയുന്നത് ബിനാമി സ്വത്ത് പിടിക്കും, 1000ൻ്റെയും 500ൻ്റെയും നോട്ട് പിൻവലിച്ച് കള്ളപ്പണം പുറത്തു കൊണ്ടുവരുമെന്നും മാത്രമല്ല, ബിനാമി സ്വത്ത്, മറ്റുള്ളവരുടെ പേരിൽ ആർജിച്ചിട്ടുള്ള സ്വത്ത്, അത് പിടിക്കുമെന്നാണ് മോദി പറയുന്നത്. രാജ്യത്ത് നിന്ന് കള്ളപ്പണം ഇല്ലാതാക്കുന്നതിനുള്ള ശ്രമത്തിൽ എന്തും നേരിടാൻ തയ്യാറാണ് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കള്ളപ്പണം, കള്ളനോട്ട് എന്നിവയ്ക്ക് പുറമെ ബിനാമി സ്വത്തുക്കൾക്കെതിരെയും നടപടികൾ തുടങ്ങുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ബിനാമി സ്വത്തുക്കൾ സ്വരുക്കൂട്ടിയവർക്കെതിരെ കൂടുതൽ കർശന നടപടികൾ ആരംഭിക്കാൻ പോകുന്നു എന്നുകൂടി മോദി ഇന്നലെ പ്രസംഗിച്ച കാര്യം ജന്മഭൂമി എന്ന പത്രം ലീഡ് വാർത്തയാക്കി തരുന്നു. മോദിയുടെ ജനപിന്തുണ കുറയുകയാണ്. ഏറ്റവും അധികം ട്വിറ്റർ രംഗത്ത് ഏറ്റവും അധികം അനുയായികളുള്ള ഇന്ത്യൻ നേതാവാണ് മോദിയെന്ന് നമുക്കറിയാം. ഏകദേശം 24 ലക്ഷം അനുയായികളാണ് ട്വിറ്ററിൽ അദ്ദേഹത്തിനുള്ളത്. അതിൽ 3.25 ലക്ഷം അനുയായികൾ, അനുവാചകർ അദ്ദേഹത്തെ കൈവിടുകയല്ല വെറുതെ, മറിച്ച് ഇനി മോദിയുമായി ബന്ധപ്പെടാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഈ ഭരണപരിഷ്കാരത്തിൻ്റെ പശ്ചാത്തലത്തിൽ എന്ന് തുറന്നു പറഞ്ഞുകൊണ്ടാണ് ട്വിറ്ററിൽ നിന്ന്, അതിൻ്റെ ഫോളോവിങ്ങിൽ നിന്ന് 3.25 ലക്ഷം പിന്മാറിയത്. അത് മോദിയുടെ യശസ്സിന് കളങ്കം വരുത്തിയിട്ടുണ്ട്. ജനയുഗമെന്ന പത്രം മോദിയുടെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ണ് നനച്ചുകൊണ്ട് നിരുദ്ധ കണ്ഠതയോടെ
ഇന്ത്യയോട് സംസാരിക്കുന്ന മോദിയുടെ അവസ്ഥ ലീഡ് വാർത്തയാക്കിയിരിക്കുന്നു. കാണുക, ഗദ്ഗതത്തോടെ പിന്തുണ തേടി പ്രധാനമന്ത്രി, മോദി ഒറ്റപ്പെടുന്നു. 50 ദിനം ജനം ബുദ്ധിമുട്ട് സഹിക്കണമെന്ന് മോദി പറയുന്നു. പണം പിൻവലിക്കുന്നതിൽ ഇളവുകൾ പ്രഖ്യാപിച്ചു കേന്ദ്രം. വാർത്തയുടെ വിശദാംശങ്ങൾ ഇങ്ങനെയാണ് ജനയുഗം തരുന്നത്. നോട്ടുകൾ പിൻവലിച്ചതിനെ തുടർന്ന് ജനരോഷം കേന്ദ്ര സർക്കാരിനെതിരെ തിരിയുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒറ്റപ്പെടുന്നു. ബാങ്കുകളിലും ATMകളിലും വേണ്ടത്ര പണം എത്തിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഓരോ ദിവസവും സ്വന്തം പാർട്ടി പ്രവർത്തകർ പോലും സർക്കാരിന് എതിരായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രി ഗദ്ഗതത്തോടെ പിന്തുണ തേടുന്നത്. അതേസമയം അപ്രതീക്ഷിതമായ നോട്ടുമാറ്റം പ്രഖ്യാപിച്ചത് മൂലം രാജ്യത്തുണ്ടായ സാമ്പത്തിക അരക്ഷിതാവസ്ഥ തുടരുകയാണ് ഇപ്പോഴും എന്നാണ് ഈ വാർത്ത, ജനയുഗത്തിൻ്റെ വാർത്ത. മോദി ഒറ്റപ്പെടുന്നു എന്ന ശീർഷകത്തിലുള്ള വാർത്ത നമ്മെ തേടിയെത്തുന്നത്. ഈ നോട്ട് പിൻവലിച്ചതുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നത് പിൻവലിക്കുന്നവർക്ക് അറിയാം. കാരണം നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കള്ളപ്പണം പിടിക്കുക എന്നതാണ് സർക്കാരിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യമെങ്കിലും കള്ളപ്പണം എന്ന് പറയുന്നത് ബിനാമി പേരിൽ വാങ്ങിക്കൂട്ടിയ ഭൂമിയിൽ, അതുമാതിരി തന്നെ വാങ്ങിയിട്ടുള്ള ജുവലറികളിൽ, സ്വർണത്തിൽ, അതേമാതിരി തന്നെ ഇന്ത്യൻ കറൻസി കൊടുത്തുകൊണ്ട് വാങ്ങിക്കൂട്ടുന്ന വിദേശ കറൻസികൾ, പ്രത്യേകിച്ച് ഡോളർ, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് കള്ളപ്പണം ഇരിക്കുന്നത്. അല്ലാതെ 500ഉം 1000ഉം നോട്ടുകളായി കെട്ടി വെച്ചിരിക്കുകയല്ല കള്ളപ്പണം. പിന്നെ നാലാമതൊരു വഴി വിദേശത്ത് നിക്ഷേപിക്കുക എന്നതാണ്. വൻതോതിൽ അങ്ങനെ നിക്ഷേപിക്കപ്പെട്ടിട്ടുണ്ട്. BJPയുടെ നേതാക്കൾ ആദ്യഘട്ടം മുതൽ പറയുന്നത് ഞങ്ങളത് തിരിച്ചു കൊണ്ടുവരും. വിദേശത്ത് നിക്ഷേപിച്ചിരിക്കുന്ന വിദേശ രാജ്യങ്ങളിലെ ബാങ്കുകളിൽ നിക്ഷേപിച്ചിട്ടുള്ള കള്ളപ്പണം തിരിച്ചു കൊണ്ടുവരും. അങ്ങനെ കൊണ്ടുവരുമ്പോൾ ഓരോരുവർക്കും 15 ലക്ഷത്തോളം രൂപ അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ എത്തിച്ചേരുമെന്ന് 2013 തിരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാവുന്ന സാഹചര്യത്തിൽ, അത്തരമൊരു പശ്ചാത്തലത്തിൽ നരേന്ദ്രമോദി തന്നെ ബഹുജനറായി പ്രഖ്യാപിക്കുകയും ചെയ്തു. 15 ലക്ഷം രൂപയൊന്നും ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല കേരളത്തിൽ. പക്ഷേ ഒരു വലിയ വിഭാഗം ആളുകൾ അതിലൊക്കെ ആകൃഷ്ടരായിരുന്നു. 2.5 വർഷം കഴിയുമ്പോൾ മോദിക്ക് മനസ്സിലാകുന്നത് താൻ പറഞ്ഞതൊന്നും നടപ്പാക്കിയിട്ടില്ല എന്നതാണ്. അത്തരമൊരു സാഹചര്യത്തിൽ എന്താണിപ്പോൾ BJPയിൽ സംഭവിക്കുന്നത്? അതേ സംബന്ധിച്ചൊരു വാർത്ത മെട്രോ വാർത്തയിൽ വന്നിരിക്കുന്നു. മെട്രോ വാർത്തയിൽ മാത്രമാണ് അത്തരമൊരു വിശകലനം കണ്ടത്. ജനയുഗം പറയുന്നത് മാതിരി മോദി ഒറ്റപ്പെടുന്നെങ്കിൽ ആ ഒറ്റപ്പെടലിൻ്റെ ഇടയിൽ മോദി ചെയ്യുന്നത് നോട്ട് നിരോധനം, BJP ലക്ഷ്യമിടുന്നത് അടിത്തറ വിപുലീകരണം. നോട്ട് നിരോധനത്തിലൂടെ കള്ളപ്പണവും കള്ളനോട്ടും ഇല്ലാതാക്കുന്നതിനൊപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും BJPയും ലക്ഷ്യമിടുന്നത് പാർട്ടിയുടെ പുതിയ രാഷ്ട്രീയത്തിൻ്റെ രൂപീകരണം മുതൽ BJPക്കൊപ്പം ഉറച്ചു നിന്നത് മധ്യവർഗവും മേൽത്തട്ടുമായിരുന്നു. നോട്ട് നിരോധനം ഏറ്റവും അധികം ബാധിക്കുക ഈ വിഭാഗത്തെയാണെന്ന് അറിഞ്ഞു തന്നെയാണ് പ്രധാനമന്ത്രിയുടെ നീക്കം. ഇതുവഴി പിന്നോക്ക രാഷ്ട്രീയത്തിൻ്റെ പുതിയ വഴിയാണത്രേ നേതൃത്വം ലക്ഷ്യമിടുന്നത്. ശരാശരി സാധാരണ ആളുകളെ കൂടെ നിർത്താൻ, അവരെ തങ്ങളുടേതായ ഒരു വോട്ട് ബാങ്കാക്കി മാറ്റാൻ ഇതുവരെ മോദിക്ക് കഴിഞ്ഞിട്ടില്ല, BJPക്ക് കഴിഞ്ഞിട്ടില്ല. തിരഞ്ഞെടുപ്പിൽ ജയിക്കുന്നുവെങ്കിലും 31% വോട്ട് കിട്ടി ജയിക്കാം. പക്ഷേ സാധാരണ ഇന്ത്യക്കാർ അവരുടെ കൂടെയില്ല, വോട്ട് ബാങ്കായി. അത്തരം ഒരു വോട്ട് ബാങ്ക് നിർമ്മാണം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇത് നടത്തുന്നത് എന്നും മെട്രോ വാർത്ത പറയുന്നു. നികുതി ഫീസ് 30 വരെ, നികുതിയും ഫീസുമൊക്കെ നവംബർ 30 അടച്ചാലും മതി. അങ്ങനെ അടയ്ക്കുമ്പോൾ അതിന് പിഴയുണ്ടാകില്ല. പറയുന്നത് കേരള മുഖ്യമന്ത്രിയാണ്. ദേശാഭിമാനിയുടെ ലീഡ് വാർത്തയും അതാണ്. നോട്ട് പിൻവലിക്കുന്നതിനെ തുടർന്ന് ദുരിതത്തിലായ ജനങ്ങൾക്ക് കൈത്താങ്ങുമായി സംസ്ഥാന സർക്കാർ നികുതിയും ഫീസുകളും അടയ്ക്കാൻ ജനങ്ങൾക്ക് കൂടുതൽ സമയം അനുവദിക്കുമെന്നും ഇതിനിടെ പിഴ ചുമത്തുകയോ കുടിശ്ശിക ഈടാക്കുകയോ ചെയ്യില്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. വ്യക്തികളും കുടുംബങ്ങളും സർക്കാരിലേക്ക് കൊടുക്കേണ്ട വൈദ്യുതി ബിൽ, വെള്ളക്കരം, പരീക്ഷാ ഫീസ്, കെട്ടിട നികുതി ഉള്ളവയ്ക്ക് നവംബർ 30 വരെ അത് അടയ്ക്കാനുള്ള സമയം നീട്ടിക്കൊടുത്തിരിക്കുന്നു കേരളത്തിലെ
മുഖ്യമന്ത്രി ഈ പശ്ചാത്തലത്തിൽ എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്. അങ്ങനെ ഓരോ വിഭാഗവും നോട്ട് പിന്മാറ്റത്തിൻ്റെ രാഷ്ട്രീയത്തെ അവരുടേതായ രീതിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു, അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 10 മാസമായി നടന്ന തയ്യാറെടുപ്പിന് ശേഷമാണ് 1000-ൻ്റെയും 500-ൻ്റെയും നോട്ടുകൾ പിൻവലിച്ചത് എന്നാണ് മോദി കഴിഞ്ഞ ദിവസം രാജ്യത്തോട് പറഞ്ഞത്. ഈ ശ്രമത്തിൽ മോദി, ധനമന്ത്രി ജെയ്റ്റ്ലി, RBI ഗവർണർ ഊർജിത് പട്ടേൽ, മറ്റ് 2 RBI ഉദ്യോഗസ്ഥർ, അങ്ങനെ 3 2 5 പേർ അറിഞ്ഞാണ് ഇത് ചെയ്തിരിക്കുന്നത്. പിന്നെ അറിഞ്ഞിരിക്കുന്നത് നമ്മുടെ രാഷ്ട്രപതിയാണ്. അതാകട്ടെ 8-ാം തീയതി വൈകുന്നേരം പിൻവലിക്കുന്നതിന് തൊട്ട് മുമ്പ് അദ്ദേഹത്തെ ഔപചാരികമായി അറിയിക്കുകയും ചെയ്തു. ഇത്രയും പേരെ അറിഞ്ഞിട്ടുള്ളൂ എന്നാണ് മോഡി പറയുന്നത്. പക്ഷേ മോഡിയുടെ തന്നെ സംസ്ഥാനത്ത് കഴിഞ്ഞ ഏപ്രിൽ 1-ാം തീയതി ഒരു പത്രം, പ്രാദേശിക പത്രം റിപ്പോർട്ട് ചെയ്തത് 500-ഉം 1000-ഉം നോട്ടുകൾ പിൻവലിക്കും, 2000 രൂപയുടെ നോട്ട് ഇറങ്ങുകയും ചെയ്യും. ഇത് ഗുജറാത്തിലാണെങ്കിൽ ലക്നൌവിലും സമാനമായ ഒരു പത്രവാർത്ത വന്നിരുന്നു എന്ന് പറഞ്ഞാൽ ഇത് നേരത്തെ ചോർന്നു കഴിഞ്ഞിരുന്നു എന്നാണ്. അങ്ങനെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറഞ്ഞതുമാതിരി വാർത്ത ചോർത്തിക്കൊടുത്ത് സ്വന്തം ആളുകളുടെ തടി കഴിച്ചിലാക്കുകയായിരുന്നു മോദിയുടെ പരിപാടി എന്നും അങ്ങനെയും ധരിക്കപ്പെടുന്നുണ്ട്. ഏതായാലും ഒരു കാര്യമുണ്ട്, നോട്ട് പിൻവലിക്കുന്ന സമയത്ത് പ്രധാനമന്ത്രിയും ധനമന്ത്രിയും RBIയിലെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ അദ്ദേഹത്തിൻ്റെ ഉദ്യോഗസ്ഥന്മാരും 1969-ലെ അനുഭവം, ബാങ്കുകൾ ദേശസൽക്കരിച്ച അനുഭവം, 1978-ലെ 1000 രൂപ നോട്ടും 5000 രൂപ നോട്ടും പിൻവലിച്ച അനുഭവം, 2005-ലെ UPA ഗവൺമെൻറ് ഘട്ടം ഘട്ടമായി എല്ലാ നോട്ടുകളും പിൻവലിച്ച അനുഭവം, ഇതൊന്നും പരിശോധിച്ചിട്ടേ ഇല്ല. അങ്ങനൊന്നും പരിശോധിക്കാതെ തത്രപ്പെട്ടാണ് തീരുമാനമെടുത്തത്. 10 മാസത്തെ ഗ്രഹപാഠമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ 200 രൂപയോ 400 രൂപയുടെയോ പുതിയ നോട്ടുകൾ അടിച്ച് വളരെ പെട്ടെന്ന് ATMൽ എത്തിക്കുമായിരുന്നു. 2000 രൂപയുടെ നോട്ടുണ്ട്, പക്ഷേ അത് ATMൽ കൊള്ളില്ല. ആ 2000 രൂപയുടെ നോട്ട് പിന്നെ 500 രൂപയുടെ നോട്ട് വരുന്നു എന്ന് കേൾക്കുന്നു, അതും പുറത്തേക്ക് ഇറക്കിയിട്ടുണ്ട്. അതൊക്കെ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ATMൻ്റെ സോക്കറ്റിന് ചേരുന്ന രീതിയിലാണോ ഉൽപ്പാദിപ്പിച്ചിരിക്കുന്നതെന്നും അറിയില്ല. ആ അർത്ഥത്തിൽ ഇപ്പോൾ തന്നെ ATMലൂടെ പണം ലഭിക്കുന്ന അവസ്ഥ ഇല്ലാതാകുന്ന രീതിയിൽ 10 മാസത്തോളമാണ് ഈ കാര്യം വന്നിരിക്കുന്നത്. അത് പുതിയ അവസ്ഥയിലേക്ക് രാജ്യത്തെ എത്തിച്ചിരിക്കുന്നു. നമുക്ക് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് സഞ്ചരിക്കാം ഒരു ചെറിയ പരസ്യ ഇടവേളയ്ക്ക് ശേഷം. ആജന്മ ശത്രുവായ CPMുമായി ഈ കാര്യത്തിൽ കൈകോർത്ത് ഒരു മുന്നണിയാകാൻ ആഗ്രഹിക്കുക കൂടി ചെയ്യുന്നു. വാർത്ത കാണുക സിറാജ് എന്ന പത്രത്തിൻ്റെ ദേശീയ പേജിൽ. CPMുമായി യോജിക്കാൻ മമതാ ബാനർജി, യെച്ചൂരിയുമായി ഫോണിൽ ചർച്ച. കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ പോരാടാൻ CPM അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികളുമായി സഹകരിക്കാൻ തയ്യാറാണെന്ന് പ്രസ്താവിച്ചതിന് പിന്നാലെ ബംഗാൾ മുഖ്യമന്ത്രിയും തൃണമൂൽ കോൺഗ്രസ് നേതാവുമായ മമതാ ബാനർജി CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുമായി ഫോണിൽ ഒന്നിച്ചു നിൽക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് ചർച്ച ചെയ്തു എന്നാണ് ഈ വാർത്ത പറയുന്നത്. ജയലളിത കഴിയുന്ന ആശുപത്രിയിൽ നിന്ന് അവരുടേതെന്ന് പറയപ്പെടുന്ന ഒരു കത്ത് AIDMKയുടെ ഓഫീസിൽ നിന്ന് പുറത്തേക്ക് വന്നു. 2 പേജുള്ള കത്തിൽ ജയലളിത പറയുന്നു, തനിക്ക് ലഭിച്ചത് പുനർജന്മമാണ്. ആ പുനർജന്മം നേടിത്തന്നതിന് എല്ലാ പാർട്ടി അനുയായികളോടും നന്ദി രേഖപ്പെടുത്തുന്ന കത്താണ് തലൈവി അമ്മ പുറത്തേക്ക് വിട്ടിരിക്കുന്നത്. ആ കത്തിൻ്റെ വിശദാംശങ്ങൾ പത്രങ്ങൾ നമുക്കിന്ന് തരുന്നു. നമുക്കതിലേക്ക് പോകാം മറ്റൊരു ചെറിയ പരസ്യ ഇടവേളയ്ക്ക്. തനിക്കിത് പുനർജന്മമാണ് എന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിത 50 ദിവസം പിന്നിട്ട് ആശുപത്രിവാസത്തിനിടെ ആദ്യമായി അണികൾക്ക് വേണ്ടി പുറത്തിറക്കിയ കത്തിലാണ് തനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചവർക്ക് നന്ദി പറയുന്നത് എന്നും ഈ വാർത്ത നമ്മോട് പറയുന്നു. ഇനി ഇന്നത്തെ കാർട്ടൂൺ. നോട്ട് പിൻവലിക്കൽ വിവാദം, ക്യൂ എല്ലാം സാധാരണക്കാരനെ മടിപ്പിക്കുന്നതിനിടെ 2000 രൂപയുടെ പുതിയ നോട്ട് ഇറങ്ങി. എന്താണ് ഗ്രാമീണ ഇന്ത്യയുടെ ഇക്കാര്യത്തിലുള്ള പ്രതികരണം? ഈ കാർട്ടൂൺ കാണുക. നമുക്ക് ഇതുവരെ വിശ്വസ്തരായ നേതാക്കളുണ്ടായിരുന്നു. ഇപ്പോഴിത് നമുക്ക് വിശ്വസിക്കാവുന്ന പുതിയ നോട്ട് വന്നിരിക്കുന്നു എന്ന് നിരീക്ഷിക്കുന്ന ഗ്രാമ്യ ഇന്ത്യയുടെ മുഖം കേശവ് കാർട്ടൂണാക്കി ഹിന്ദു നമുക്ക് തരുന്നു. ഇനി ഇന്നത്തെ ചിത്രം.
കഴിഞ്ഞ 5 ദിവസമായി ഇന്ത്യ ക്യൂവിലാണ്. ഇന്നും ആ ക്യൂ തുടരുക തന്നെ ചെയ്യും. ചില്ലറ പണം കിട്ടാനാണ് ബാങ്കിന് മുന്നിൽ ആളുകൾ ക്യൂ നിൽക്കുന്നത്. ഈ ചിത്രം കാണുക. ഇത് തിരുവനന്തപുരം പൂന്തുറയിൽ നിന്നുള്ള ദൃശ്യമാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ ബ്രാഞ്ചിൽ ക്യൂ നിൽക്കുന്ന സ്ത്രീകളുടെ ചിത്രം മാതൃഭൂമി നഗരം പുറം തന്നിരിക്കുന്നു. ഈ ചിത്രത്തോടെ ഇന്നത്തെ വർത്തമാനം സമാപിക്കുകയാണ്. ഹാവ് എ നൈസ് ഡേ. ഗുഡ് ബൈ.